ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷുവിനെ വരവേൽക്കുവാൻ ഒരുങ്ങി മലയാളികളും കടക്കമ്പോളങ്ങളും. വമ്പിച്ച ഓഫറുകളുമായി കടക്കമ്പോളങ്ങൾ. വിഷു ആഘോഷ തിരക്കിലാണോ നിങ്ങൾ? ആഘോഷം ഗംഭീരമാക്കാൻ പടക്കങ്ങളുടെയും പൂത്തിരികളുടെയും കമ്പിത്തിരികളുടെയും വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് കൈരളി പടക്കക്കടയിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. മിതമായ നിരക്കിൽ കൈ നിറയെ വർണ്ണവിസ്മയം തീർക്കുന്ന പടക്കങ്ങളുടെ മായാലോകം. സ്പെഷ്യൽ ഐറ്റമുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് പോകാം കൈരളി പടക്കക്കടയിലേക്ക്. സജിയേട്ടാ, വിഷാഘോഷമൊക്കെ എങ്ങനെ ഇരിക്കണം? നന്നായി വരണം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? എന്താണ് ഇത്തവണത്തെ സ്പെഷ്യല്? ഇത്തവണ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ എമ്പുരാൻ സ്പെഷ്യൽ തോക്കാണ് ഇത്തവണത്തെ അല്ലേ? ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കും? നമ്മുടെ ലൈറ്റ് ആണ് സംഭവം. നല്ല കുട്ടികൾക്കൊക്കെ ആകർഷണീയമായ സംഭവമാണ്. ഇവിടെ കത്തിക്കുക, ഇങ്ങനെ പിടിച്ചു നിൽക്കാം. അതല്ലേ അത് നല്ല തിരി പോലെ നല്ല ഫിനിഷിംഗ് പോകുന്നതാണോ? ലാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ് സംഭവം. പിന്നെ അതുപോലെ ബാറ്റ് ഇത് കഴിഞ്ഞ പോലും റെഡിയായിട്ട് ഇപ്പൊ പുതിയ കമ്പനിയുടെ ആണത്. ബോൾ കത്തിക്കാം, പുകയായിട്ട് മാറും. ഇതേപോലെ തിരി കത്തിച്ച് പുക മാത്രമാണ് വരിക, സൗണ്ടുകളൊന്നുമില്ല. ഇത് മാത്രം പുക, ഇത് ലൈറ്റ് ആണ്. എത്തവണത്തെയും പോലെ മാലപ്പടക്കത്തിന് നല്ല ചെലവാണ്. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ? സ്പെഷ്യൽ ഐറ്റംസ് അതേപോലെ ഷോട്ടുകളുണ്ട്, വിവിധ തരത്തിലുള്ള ഷോട്ടുകൾ. മുമ്പ് നമ്മളെന്താ വെച്ചാൽ കുടിൽ വ്യവസായം പോലുള്ള ഷോട്ടുകളും ഉണ്ട് ഇവിടെ ചെയ്ത്. ഇറക്കുമതിയുള്ള നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഷോട്ടുകളും ഉണ്ട്, അതവിടെ ഉണ്ട്. അങ്ങനത്തെ മോട്ടോർ ഷോട്ട്, ഇതൊക്കെ ശിവകാശി കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ അപകടം പോയി പൊട്ടി വീഴുന്നത്. നല്ല അപകടങ്ങളുള്ളതൊന്നുമില്ല. പടക്കങ്ങൾക്കാണോ ഡിമാൻഡ്? പടക്കങ്ങൾക്കുണ്ട്. പിന്നെ അതേപോലെ ലൈറ്റുകള്, ഇതേപോലെ ഇതൊരു പ്രത്യേക മേശപ്പൂവാണ്. ഇത് 2 കളർ വരുന്നതാണ്, ചുവപ്പും പച്ചയും 2 കളറാണ്. അങ്ങനത്തെ ഒക്കെ നല്ല ചെലവുകൾ വരുന്നു. അപ്പോൾ അതൊക്കെ ലോഡ് വന്നപ്പോൾ കഴിയാറായത്. സാധാരണ ഈ പടക്ക കച്ചവടത്തിനേക്കാളും വ്യത്യസ്തതയാർന്ന ഒരു തീമിലാണ് ഇവിടെ വിൽക്കുന്നത്. എന്താണെന്ന് നമ്മള് വെറൈറ്റികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പരമ്പരാഗതമായ നമ്മളിപ്പോൾ ചക്കരം, മേശപ്പൂ, കമ്പിത്തിരി മാത്രമല്ല, മറ്റ് പോലെ ഫോട്ടോ ഫ്ലാഷുകള്, അതേപോലെ ഈ കത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പീക്കോക്കിന്റെ പീലി വിടർത്തിയിട്ട് കത്തുന്നത്, ഇങ്ങനത്തെകളാണ് പ്രത്യേകത. അതെ, വെറൈറ്റികള് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല ചെലവുണ്ട് അതിനകത്ത്. മിതമായ നിരക്കും കൂടി ആൾക്കാർക്ക് കൈനിറയെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും പോണതാ, കാരണം ആന ഓടിക്കാനൊക്കെ പറ്റുന്നതാണ്. ആന, ഇതേപോലെ മലയണ്ണ, അല്ലാതെ തന്നെ വിഷു അല്ലാത്ത തന്നെ ഇത് കുറച്ച് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. നമ്മുടെ മേഖലയിൽ ആന ഇറങ്ങുന്ന പ്രശ്നങ്ങളാണ്, അങ്ങനത്തെ ഒക്കെ പേടിപ്പിച്ച് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള പറ്റുന്നതാണ്. പിന്നെ ഇതാണ് മാലപ്പടക്കം. ഇതാണ് നമ്മുടെ ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നതാണ്. കേക്ക് കഷ്ണം പോലെയുള്ള മേശപ്പൂകള്. ഇത് ടൈം കൂടുതലാണോ? ഫിനിഷിംഗ് നല്ല ലാസ്റ്റ് ചെയ്യും, നല്ല രീതിയില് ഭംഗിയുള്ളതാണ്. അതെ. പിന്നെ വിവിധതരം മത്താപ്പുകളൊക്കെ പുതിയ പുതിയ രീതികളായി. പണ്ട് നമ്മൾ തീപ്പൊട്ടിക്കുന്ന മത്താപ്പാണല്ലോ, ഇപ്പൊ ഇതില് ഉണ്ടോ 10 വെറൈറ്റിയാണ് മത്താപ്പുകൾ. ഇത് മറ്റുള്ള കുഞ്ഞിതാവുമ്പോ കൈക്കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. ഇത് വലുതാവുമ്പോ ഇപ്പൊ തന്നെ പാമ്പ് ഗുളികയിലും അതിൻ്റെതായ മാറ്റം വന്നിട്ടുണ്ട്. അതില് സർപ്പത്തിന്റെ ഇത് പണ്ട് ചെറിയ ചെറിയ ഗുളികളായിരുന്നു, അതെ, കുറേ സമയം. അതാണ് അതിൻ്റെതായ ചില മാറ്റങ്ങൾ അങ്ങനെ വരും. ഇപ്പൊ പഴയ കാലത്ത് തീപ്പെട്ടി മത്താപ്പുകളും ഉണ്ട് കേട്ടോ, ഉണ്ട്.
പഴയ ഓർമ്മകളൊക്കെ അതെ, അതെ, പുതുക്കുന്നുണ്ട്. പഴയ അത് കാലത്ത് ചോദിച്ചു വരുന്ന ആൾക്കാർ. ചോദിച്ചു വരുന്നുണ്ട് അല്ലേ? പിന്നെ അതാ തിരികള്, തിരികള്, നല്ല ആ ഇങ്ങനത്തെ സംഭവങ്ങൾ, അതിന്റെ കളർഫുൾ ഇതായിട്ടുള്ള റെഡ്, ഗ്രീന്, ഇതിന്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല ഹോട്ടലാണ് ഈ കിറ്റ്കാറ്റ്, പിരിപിരി എന്നാ പറയാ, പൊട്ടി പൊട്ടി തെറിച്ച് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ. പിന്നെ തലചക്രങ്ങള്, ഷോട്ടുകള് നല്ല രീതിയിലുള്ള ചെലവാണ്. പിന്നെ റോക്കറ്റുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് എമ്പുരാനായി. അത് അന്വേഷിച്ച് വരുന്നവരുണ്ടോ? അറിഞ്ഞിട്ട് വരുന്നവരുണ്ട്. പിന്നെ ഈ ഷോട്ടുകൾ നന്നായിട്ട് റെയിൽ എടുക്കാനൊക്കെ എല്ലാവരും ഷോട്ട് നന്നായിട്ട് ഇപ്പൊ തന്നെ ഒരു 25 ഷോട്ടുകൾ ഓർഡർ വന്ന് പോയി. ഈ ബാറ്റും ബോളൊക്കെ കുട്ടികളെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനത്തൊക്കെയാണ് വെറൈറ്റികള്. പിന്നെ റോക്കറ്റുകൾ തന്നെ സൗണ്ടോട് കൂടിയുള്ളത്. പിന്നെ ഈ വിസിലിംഗ് ചക്രം തിരിയുമ്പോ തന്നെ വിസിൽ വരുന്ന ശബ്ദങ്ങള്. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. വിഷുവിന് ആരും പൈസ നോക്കുന്നില്ല, ആഘോഷം എല്ലാവർക്കും ഗംഭീരാക്കണം അല്ലേ? നമ്മള് പരമാവധി അതിലൊന്നും നമ്മൾ അങ്ങനെ ലാഭം എടുക്കാൻ പറ്റില്ല. ഇത് ഒക്കേഷണലി ആണോ ഈ കട നടത്തുന്നത്? വിഷുവിന് മാത്രമാണോ? അല്ല, മുഴുവനായിട്ട് നടത്തുന്നത്. നമുക്ക് സ്ഥിരം ലൈസൻസ് ആണ്. സ്ഥിരം ഉണ്ട് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ചില സീസൺ അല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടുമ്പോ പിറന്നാളുകള്, പല വീട്ടിലെ ആഘോഷങ്ങള്, ചില അമ്പലങ്ങളെ ചില നിറമാല ആഘോഷങ്ങള്, അപ്പൊ നമ്മള് ബന്ധപ്പെടുമ്പോ നമ്മൾ തുറന്നിട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ സ്ഥിരമായി തുറക്കുന്നുണ്ട്. അപ്പൊ ഒക്കേഷണൽ അല്ലാതെ തന്നെ നമ്മൾ നടത്തുന്നു. അതെ, മാലപ്പടക്കത്തില് വെറൈറ്റി ഇതിപ്പോ വിഷുവിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാനൊക്കെ, കണി കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കാം. അപ്പോഴൊക്കെ അത് കൊണ്ടുപോകും. ഇത് ചോദിച്ചു വരും. ഇത് പഴയ കാലത്തെ ചുവന്ന, ഇത് കൊറേ നേരം ഉണ്ടാവൂലേ? ഇത് നല്ല സംഭവമാണ്. ശബ്ദവും കുറച്ചുകൂടി കൂടുതലും സാധാരണ മാലപ്പടക്കത്തിന് വ്യത്യാസമുണ്ട്. നല്ല ശബ്ദമുണ്ട്. ഇത് നല്ല രീതിയിൽ മുഴുവനായിട്ട് കിട്ടും. ചിലതൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ല, നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ബിജിലി അങ്ങനത്തെ ഉണ്ട്. നമുക്ക് സ്ത്രീകൾക്കൊക്കെ പൊട്ടിക്കാം. അപകടങ്ങള് അധികം അങ്ങനത്തെ ചോദിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ വെറൈറ്റികള്. പിന്നെ ഇങ്ങനത്തെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഇത് നല്ല ചെലവാ. ഇതെന്താ പൊട്ടിത്തെറിച്ച് പോണതാണോ? അത് ഇങ്ങനെ പിരിപിരി വണ്ടിങ്ങനെ. അതെ, ലക്ഷ്മി എന്നതിന് പറയും. പിന്നെ സൗണ്ടോട് കൂടിയിട്ടുള്ളത് ഇങ്ങനൊക്കെയുള്ള ഇതാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതൊക്കെ കുറഞ്ഞ കാരണമല്ലോ, ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞു. കുറഞ്ഞിട്ട് ഇത് രണ്ടാമതും കുറഞ്ഞാണത്. ഏകദേശം ഒരു 1-ാം തീയതി മുതൽ നമ്മള് കച്ചവടം ഇതിൻ്റെയൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ ചിലവര് ഹോൾസെയിലായിട്ടും വന്ന് ബുക്ക് ചെയ്ത് സൊസൈറ്റികളിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്കൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ലൈസൻസ് കിട്ടിയ സംഘങ്ങളൊക്കെ ഉണ്ട്. അവര് വിഷുവിന് മാത്രമേ ചെയ്യും. അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കും. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. അപ്പോൾ കൈനിറയെ പടക്കങ്ങളുമായി ഞങ്ങൾ ഒരുങ്ങുകയാണ് ആഘോഷരാവിലേക്ക്. നിങ്ങളുടെ പർച്ചേസ് എപ്പോഴാ? വേഗം പോന്നോളൂ കൈരളി പടക്കക്കടയിലേക്ക്. ഏവർക്കും കൈരളി പടക്കക്കടയുടെ വിഷു ആശംസകൾ.